പാരഡി പാട്ടിനെതിരെ കേസെടുക്കുന്ന കാര്യത്തിലേക്കാണ് ഞാൻ പറയുന്നത്. 2010 ജോസഫ് സാറിൻ്റെ കൈവെട്ടിയവർക്ക് കേസെടുത്തതിന് കൂടാതെ ജോസഫ് സാറിനെതിരെയും കേസെടുത്തിരുന്നു. അത് മതപരമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു എന്നുള്ള കാര്യത്തിനാണ്. ആ കേസ് ട്രയൽ കോടതി തന്നെ ഡിസ്ചാർജ് ചെയ്തിരുന്നു. പക്ഷേ അതിനിടയിൽ അദ്ദേഹത്തിൻ്റെ ഭാര്യ ആത്മഹത്യ ചെയ്യുന്ന ഘട്ടങ്ങളും ഉണ്ടായി. എന്നാൽ ഇപ്പോൾ കേരള പോലീസ് സാമിയെ അയ്യപ്പ സാമിയെ എന്നുള്ള ഭക്തിഗാനത്തിൻ്റെ പാരഡി ചമച്ചതിനെതിരെയാണ് കേസെടുക്കുന്നത്. പോറ്റിയെ കേറ്റിയെ എന്നുള്ള പാരഡി ഗാനത്തിനാണ് ഈ കേസ് എടുക്കുന്നതെന്ന് അറിയുന്നു. എന്തൊരു വിഡ്ഢിത്തമാണിത്! ഏതു വിധത്തിലാണത് മതപരമായ ഒരു കേസായിട്ട് എടുക്കുന്നത്? ഒരിക്കലും നിൽക്കാത്ത കേസ് ആളുകളെ തൽക്കാലത്തേക്ക് പേടിപ്പിച്ച് നിർത്താനായിട്ട് എടുക്കുന്നത് പോലെയാണ്. അയ്യപ്പൻ എത്രയോ പേരുണ്ട്. എൻ്റെ ചെറുപ്പത്തിൽ നാട്ടിൽ ഒരു അയ്യപ്പനുണ്ടായിരുന്നു. അവിടുത്തെ പ്രധാനപ്പെട്ട തെങ്ങുകയറ്റക്കാരൻ അദ്ദേഹമായിരുന്നു. അദ്ദേഹം നെറ്റിയിൽ ഒരു ഗ്ലാസ് കള്ളും വെച്ച് തെങ്ങിൻ്റെ മുകളിൽ കയറി വീണ്ടും താഴത്തേക്ക് ഇറങ്ങി വരുമ്പോൾ ഗ്ലാസ്സൊന്നും വീഴാതെ തന്നെ ഇരുന്നാൽ അദ്ദേഹത്തിന് വയറു നിറയെ കള്ളും കറിയും വാങ്ങിച്ചു കൊടുക്കാം എന്ന് ബെറ്റ് വെച്ച് അങ്ങനെ ചെയ്യിക്കുന്നവർ പലരുമുണ്ടായിരുന്നു. അതിലെല്ലാം അയ്യപ്പൻ ചേട്ടൻ വിജയിക്കാറാണ് പതിവ്. അങ്ങനെ നിരവധി അയ്യപ്പന്മാരുണ്ട്. ഈ അയ്യപ്പൻ, ശിവൻ, കൃഷ്ണൻ, ഗോപാലകൃഷ്ണൻ എന്നൊക്കെ ദൈവത്തിൻ്റെ അപരനാമങ്ങൾ, ദേവന്മാരുടെ അപരനാമങ്ങൾ എഴുതുന്നത് അന്ന് രക്ഷകർത്താക്കൾക്ക് വളരെ സന്തോഷമായിരുന്നു. അതിന് ഒരു കാരണം ഈ പുത്രന്മാരെയും അല്ലെങ്കിൽ ലക്ഷ്മി, അതുപോലെ ദേവി, അതുപോലെയുള്ള സരസ്വതി, ഇതുപോലുള്ള സ്ത്രീനാമങ്ങളുമൊക്കെ പെൺകുട്ടികൾക്കും ഇടുമ്പോൾ അവരെയൊക്കെ വിളിക്കുമ്പോൾ ഈ ദേവീ ദേവന്മാരെ എപ്പോഴും വിളിക്കുന്നതിന് ഏകദേശം തുല്യമായിട്ട് എപ്പോഴും വിളിച്ചുകൊണ്ടിരിക്കുമല്ലോ. അങ്ങനെയൊരു കാര്യം കൂടി അതിൻ്റെ പുറകിലുണ്ടായിരുന്നു. ഏതായാലും ഈ പാരഡി ഗാനത്തിന് അതിൽ എതിർപ്പ് ഉയർത്തേണ്ട ഒരു ഹിന്ദു സംഘടനകളും എതിർപ്പ് ഉയർത്തിയിട്ടേയില്ല. പിന്നെ ആർക്കാണ് എതിർപ്പ്? അയ്യപ്പനെ കല്യാണം കഴിപ്പിച്ച സ്വരാജിനാണോ? അയാളുടെ പാർട്ടിക്കാണോ? അതുപോലെ പണ്ട് ഇതുപോലെ പാരഡി ഗാനം പാടി ശ്രീ കരുണാകരനെ മോശമാക്കാൻ ശ്രമിച്ച പാർട്ടിക്കാണോ? അപ്പോൾ അന്നൊന്നും, അല്ലെങ്കിൽ ഇപ്പോൾ തന്നെ അധിക കാലമേ ആയിട്ടില്ലാത്ത സ്വരാജിനൊന്നും എതിരെ കേസെടുക്കണ്ടേ? അപ്പോൾ അതൊക്കെ വളരെ നിസ്സാരമായി തള്ളിക്കളയുകയും ഇപ്പോൾ അയ്യപ്പൻ്റെ പേരുണ്ട് എന്ന് പറഞ്ഞ് കേസെടുക്കുകയും ചെയ്യുന്നത് എന്ത് വിഡ്ഢിത്തമാണ്! ഈ പോലീസ് ഓഫീസർമാർ എങ്ങനെയാണ് ഇത്തരം കാര്യങ്ങൾക്ക് നിന്നുകൊടുക്കുന്നത്? അത് നിലനിൽക്കുന്ന ഒരു കേസല്ല എന്നും അതൊരു കോഗ്നിസബിൾ ഒഫൻസ് അല്ല എന്നും പറഞ്ഞ് മനസ്സിലാക്കാൻ എന്താണ് ബുദ്ധിമുട്ട്? ഒരു കാര്യം അവർ മനസ്സിലാക്കുക: സത്യമേ ജയിക്കുകയുള്ളൂ. സത്യമേവ ജയതേ, അതാണ് നാഷണൽ മോട്ടോ. അതനുസരിച്ചാണ് നമ്മളുടെ പ്രവർത്തനങ്ങളുടെ ആത്യന്തിക വിജയമുണ്ടാകുന്നത്. ആരെയെങ്കിലും സർക്കാരിനെ പ്രീണിപ്പിക്കാൻ അല്ല പോലീസ് സംവിധാനങ്ങൾ പ്രവർത്തിക്കേണ്ടത്. അവർ പ്രവർത്തിക്കേണ്ടത് ഭരണഘടനയ്ക്കും അതുപോലെ നിയമങ്ങൾക്കും അനുസൃതമായാണ്. ആ നിയമങ്ങൾക്കും ഭരണഘടനയ്ക്കും അനുസൃതമായാണോ ഈ നടപടി ഉണ്ടാകുന്നതെന്ന് ഉയർന്ന ഉദ്യോഗസ്ഥർ പരിശോധിക്കുന്നത് നന്നായിരിക്കും. കാരണം എൻ്റെ അഭിപ്രായത്തിൽ ഇത്തരം നടപടികൾ അവരെ പൊതുജനത്തിൻ്റെ മുമ്പിൽ മഹാവിഡ്ഢിവേഷം കെട്ടിക്കുന്നു. അവരെ വളരെ അപഹാസ്യരാക്കി മാറ്റുന്നു. അതാണ് പലപ്പോഴും കാണുന്നത്. അതുതന്നെയാണ് ഒരിക്കലും എടുക്കാൻ പാടില്ലാതിരുന്ന ജോസഫ് സാറിൻ്റെ കൈ വെട്ടിയ ശേഷവും അദ്ദേഹത്തിനെതിരെ കേസെടുത്തതിലൂടെ കേരള പോലീസ് കാണിച്ചതും പിന്നീട് കോടതിയിൽ ആ കേസ് ഡിസ്ചാർജ് ചെയ്ത് പോയതും. എന്ത് കള്ളക്കേസും എടുക്കാം. ആ കള്ളക്കേസുകളൊന്നും അധികം ആയുസ്സുണ്ടാകില്ല. അപ്പോൾ ഒരു ഇളം ചാർജ് എന്ന പോലെ കേസെടുക്കുന്നതിൽ എന്താണ് അർത്ഥം? തൽക്കാലം രാഷ്ട്രീയക്കാരനെ പ്രീണിപ്പിക്കാം, അവസാനം ചാർജ് ചെയ്താലും കേസ് നിലനിൽക്കാതെ തള്ളിപ്പോകും എന്നറിയാം. പക്ഷേ
ഇതിൽ പരാതിക്കാർ എടുത്ത ഓഫീസർക്കെതിരെ പരാതിയുമായി പോയാൽ അയാൾ ഡാമേജ് കൊടുക്കേണ്ടി വരും എന്നുകൂടി അറിയുക. അങ്ങനെ പല കേസുകളും ഉണ്ടായാൽ വളരെയധികം ഡാമേജ് പോലീസിന് കൊടുക്കേണ്ടി വരും പോലീസിൻ്റെ നിയമം ദുരുപയോഗം ചെയ്യുന്നതിന്. കാരണം പ്രത്യേകിച്ചും അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ സർക്കാർ സാങ്ഷൻ ആവശ്യമില്ല എന്നുകൂടി കോടതി വിധിച്ചാൽ, ഇപ്പോൾ പിടിച്ചു നിൽക്കുന്നത് ഇതെല്ലാം ഒഫീഷ്യൽ ആക്ടിൻ്റെ ഭാഗമാണെന്നും അതുകൊണ്ട് പോലീസിനെതിരെ കേസിന് വരുമ്പോൾ സർക്കാരിൻ്റെ അനുമതി ആവശ്യമാണ് എന്നുമുള്ള ഒരു ചെറിയ പിടുത്തം കൊണ്ടാണ് അധികം കേസുകൾ വരാത്തത്. അല്ലെങ്കിൽ വളരെയധികം കേസുകൾ വരും. പക്ഷേ ഇത്തരം സന്ദർഭങ്ങളിൽ നീതിക്കും നിയമത്തിനും അതീതമായി പോലീസ് ചിന്തിക്കരുത്. അത് തെറ്റാണ്. ഇനിയും കാര്യങ്ങൾ മനസ്സിലായില്ലെങ്കിൽ അത് മനസ്സിലാക്കേണ്ട ഘട്ടം കഴിഞ്ഞിരിക്കുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ട് അയ്യപ്പന്മാരെ വെറുതെ വിടുക. അതുപോലുള്ള നിരവധി, ഇപ്പോൾ ഓരോരുത്തർക്കും 1000-ഉം അതിലധികവും പര്യായങ്ങളുണ്ട്. അതിലൊക്കെ നിരവധി മനുഷ്യർക്കും പേരുകളുണ്ട്. അതാണ് ഹൈന്ദവ സമൂഹം. അപ്പോൾ അതിൽ ഏതെങ്കിലും ഒരാളെ പേരെടുത്ത് വിളിച്ചാലും അതിനും കേസെടുക്കുമോ ആവോ? അങ്ങനെ ഉള്ള പേരുകളുള്ള ആർക്കെങ്കിലും എന്നെ ഗോപാലകൃഷ്ണ മോശമായി എന്തെങ്കിലും പറഞ്ഞു, അത് ഗോപാലകൃഷ്ണനെയാണ് എന്ന് പറഞ്ഞ് കേസ് കൊടുക്കാൻ സാധിക്കുമോ? ഇനി ഇത്തരം കാര്യങ്ങളിൽ അനാവശ്യമായി തിടുക്കം കാണിക്കുന്ന ഈ സ്വഭാവം നിർത്തുക. അതാണ് എനിക്ക് പറയാനുള്ളത്.